അവൾക്കും ഒരമ്മയുണ്ട്. സമയം 3 മണിയോടടുക്കുന്നു. താങ്ങാവുന്നതിലധികം ചൂട്. ഗൂഗിൾ 44 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. നടു റോഡാണ്. വാഹനങ്ങൾ ചീറിപ്പായുന്നു. റോഡും അതുപോലെ ചുട്ടുപൊള്ളുന്നു. ചുറ്റുമുള്ള പാലങ്ങളുടെ ഇരുമ്പുകൾ പഴുക്കുന്ന പോൽ ചൂട്. അവൾക്കും ഒരു അമ്മയുണ്ടായിരുന്നിരിക്കാം, തന്നേക്കാൾ പ്രിയപ്പെട്ട ഒരു അച്ഛനും. ഒരു പക്ഷെ ആ കുഞ്ഞു ഹൃദയം മടിത്തട്ടിൽ വെച്ചുകൊണ്ട് തലമുടികളിലൂടെ അമ്മയുടെ വിരൽ സ്പർശം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ടാവാം. അച്ഛൻ വരുമ്പോൾ തനിക്കായി മാത്രം കൊണ്ടുവരുന്ന ലോലിപോപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. ഒരിറ്റു തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആരോടൊന്നില്ലാതെ പറയുന്നുണ്ടാവാം. സഹിക്കാൻ പറ്റാത്ത വെയിൽ, റോഡിന്റെ ചൂട് അതിലേറെ കഠിനം. നാം സ്വയം കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. നമ്മെ പാടെ തളർത്തി കളയുന്ന സൂര്യകിരണങ്ങൾ. ദൂരേക്ക് നോക്കുമ്പോൾ പ്രകാശം കൊണ്ട് ആരെന്നും മനസ്സിലാവാത്ത അവസ്ഥ. ആ പൊന്നുമോൾ അതൊന്നും വകവെക്കുന്നില്ല. അവളുടെ മുഖം ഉയർത്താനുള്ള ശേഷി ആ ശരീരത്തിനില്ല. വാടി തളർന്നിരിക്കുന്നു. കാലുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ. ഒരു കുപ്പി വെള്ളം അവളുടെ കൈകളിലുണ്ട്. അതൊന്ന് വായിലേക്ക് ഒഴിക്കാൻ കഴിയാത്തതുപോലെ കൈകൾ തളർന്നിരിക്കുന്നു. കണ്ണുകളിൽ കണ്ണുനീർ വറ്റിയതുപോലെ. ശ്വസിക്കാൻ വായു ലഭിക്കാത്തതുപോലെ അവൾ തേങ്ങുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരുടെ തണലിൽ ഒന്നിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ കാഴ്ച കൂടുതൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കണ്ണുകളും നിറയുന്നു. AC-യിൽ ഇരുന്നിട്ടും ശരീരം വിയർക്കുന്നു. ഹൃദയം പൊട്ടുന്നു. രക്തയോട്ടം നിലയ്ക്കുന്നത് പോലെ. കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തകർന്നു പോകുന്നു. ഇത്രയേറെ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും ഒന്നിനും കഴിയാത്ത അവസ്ഥ. ഒന്ന് ചിന്തിക്കുക. നാം എല്ലാവരും പരാതിയും പരിഭവങ്ങളും പറയുമ്പോഴും ഒരുപാട് ജീവിതങ്ങൾ തെരുവിലൂടെ ഇതുപോലെ ചങ്ക് പൊട്ടി അലയുന്നുണ്ട്. അവൾക്കായി പ്രാർത്ഥന മാത്രം, പ്രാർത്ഥനകൾ മാത്രം.